നമസ്കാരം ടിസിവി പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. 28,798 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,44,372 സാമ്പിളുകൾ. 151 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 35,525 പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്ത് തന്നെയാണ്. ജില്ലയിൽ 4,751 പേർക്ക് പുതുതായി രോഗം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.62%. തിരൂരിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുത്തനെ ഉയർന്നു. മെഗാ ടെസ്റ്റിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത 201-ൽ 91 പേർക്കും രോഗബാധ. വരും ദിവസങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. DPR ഇനിയും ഉയരാൻ സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ്. താനൂരിൽ 1,114 പേരിൽ 89 പേർക്ക് രോഗബാധ. ജില്ലയിൽ മത്സ്യബന്ധന ഹാർബറുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി. ഹാർബറുകൾക്കും ലാൻഡിംഗ് സെന്ററുകൾക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിക്കാം. അനുമതി നൽകി കലക്ടർ ഉത്തരവ്. രജിസ്റ്റർ നമ്പർ അടിസ്ഥാനത്തിൽ ബോട്ടുകൾക്ക് കടലിൽ പോകാം. ലോക്ഡൌണിന്റെ മറവിൽ തിരൂരിൽ കഞ്ചാവ് മാഫിയ വിലസുന്നു. അടച്ചുപൂട്ടിയ കടകളുടെ ഷട്ടറിനടിയിലും തെരുവ് കച്ചവടക്കാരുടെ ഉന്തുവണ്ടിയിലുമൊക്കെയായി ചെറുപൊതികളാക്കിയാണ് തിരികെ വെച്ച് കഞ്ചാവ് കച്ചവടം പൊടിപൊടിക്കുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ രോഗികളുള്ളത്. പുതുതായി 28,798 പേർക്ക് രോഗം ബാധിച്ചു. 24 മണിക്കൂറിനിടെ 1,44,372 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.95% കുറഞ്ഞു. 151 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 7,882 35,525 പേർ രോഗമുക്തരായി. ഇന്ന് കോവിഡ് ബാധിച്ചത് 28,798 പേർക്കാണ്. 1,44,372 പരിശോധനകളാണ് നടന്നത്. മരണസംഖ്യ 151. ആകെ ചികിത്സയിൽ ഉള്ളത് 2,48,526 പേരാണ്. ഇന്ന് രോഗമുക്തരായത് 35,525 പേരാണ്. സംസ്ഥാനത്ത് ഇന്ന് 28,798 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 4,751 പേർക്കും, എറണാകുളം 3,444, പാലക്കാട് 3,038, കൊല്ലം 2,886, തിരുവനന്തപുരം 2,829, തൃശൂർ 2,209, ആലപ്പുഴ 2,184, കോഴിക്കോട് 1,817, കോട്ടയം 1,473, കണ്ണൂർ 1,304, ഇടുക്കി 1,012, പത്തനംതിട്ട 906, കാസർഗോഡ് 572, വയനാട് 373 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,44,372 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 19.95%. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 151 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 7,882 ഇന്ന് രോഗം സ്ഥിരീകരിച്ചതിൽ 184 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 26,860 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,663 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 91 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 35,525 പേർ രോഗമുക്തി നേടി. ഇന്ന് ഒരു പുതിയ ഹോട്ട്സ്പോട്ടാണ് ഉള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 880 ഹോട്ട്സ്പോട്ടുകളാണ് ഉള്ളത്. ജില്ലയിലാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. 4,751 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത്. സമ്പർക്കത്തിലൂടെ 4,587 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.62% കുറഞ്ഞിട്ടുണ്ട്. 4,720 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 804. മലപ്പുറം ജില്ലയിൽ ബുധനാഴ്ച 4,751 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ നേരിയ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 21.62% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കഴിഞ്ഞ ദിവസം ഇത് 26.57 എന്ന നിലയിലായിരുന്നു. അതേസമയം നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ ഉൾപ്പെടെ രോഗബാധിതരാകുന്ന സ്ഥിതി ജില്ലയിൽ തുടരുകയാണ്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ദിവസങ്ങൾ പിന്നിട്ടിട്ടും രോഗികളുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നത് ആശങ്കാജനകമാണ്. ജില്ലയിൽ നിന്ന് 4,587 പേർക്കാണ് രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 78 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഇവരെ കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ 21 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 65 പേർക്കും ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചു. 66,540 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 44,959 പേരാണ് വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിലുള്ളത്.
ജില്ലയിൽ കോവിഡ് ബാധിതരെ ഇനി വീട്ടിൽ നിരീക്ഷണത്തിൽ പാർപ്പിക്കില്ല. ജില്ലയിലെ കോവിഡ് ചികിത്സയ്ക്ക് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. കോവിഡ് ബാധിച്ച് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കാവും പുതിയ മാർഗനിർദ്ദേശം ബാധകമാവുക. മലപ്പുറം ജില്ലയിൽ കോവിഡ് ചികിത്സയ്ക്ക് പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. കോവിഡ് ബാധിച്ച് വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർക്കാകും പുതിയ മാർഗനിർദ്ദേശം ബാധകമാകുക. 10-ൽ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളിലുള്ളവർക്ക് കോവിഡ് ബാധിച്ചാൽ ഇനി വീട്ടിൽ നിരീക്ഷണത്തിൽ കഴിയാൻ സമ്മതിക്കില്ല. ഇത്തരക്കാരെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് മാറ്റും. നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ വീടിന് മുൻപിൽ സ്റ്റിക്കർ പതിപ്പിക്കും. 6 മുതൽ 8 അംഗങ്ങൾ വരെയുള്ള വീടുകളാണെങ്കിൽ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് റൂം ഉൾപ്പെടെ 3 റൂമുകളും 3 ബാത്റൂമുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഹോം ക്വാറന്റൈന് അനുമതിയുള്ളൂ. 9-10 അംഗങ്ങളുള്ള വീടുകളിൽ ഒരു ബാത്ത് അറ്റാച്ച്ഡ് റൂം ഉൾപ്പെടെ 4 റൂമുകളും 4 ബാത്റൂമുകളും ഉണ്ടെങ്കിൽ മാത്രമേ ഹോം ക്വാറന്റൈൻ അനുവദിക്കൂ. ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പുറത്തിറങ്ങിയാൽ നിയമ നടപടിക്കൊപ്പം കോവിഡ് പരിശോധനയും നടത്തും. പരിശോധനയിൽ രോഗബാധ കണ്ടെത്തിയാൽ ഇവരെ സർക്കാർ ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും മലപ്പുറം ജില്ലയിൽ കോവിഡ് ബാധ കുറയുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം ട്രിപ്പിൾ ലോക്ക്ഡൌണിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾക്കെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. തിരൂർ നഗരസഭയും ആരോഗ്യവകുപ്പും ചേർന്ന് കോവിഡ് പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 201 പേരുടെ ആന്റിജൻ പരിശോധനയിൽ 91 പേർ പോസിറ്റീവായി. വരും ദിവസങ്ങളിലും പരിശോധനാ ക്യാമ്പുകൾ വിവിധ ഭാഗങ്ങളായി നടക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ അറിയിച്ചു. കോവിഡ് വ്യാപനം തീവ്രമായ സാഹചര്യത്തിലാണ് നഗരസഭാ പരിധിയിൽ വരുന്നവർക്ക് മെഗാ കോവിഡ് ടെസ്റ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ ചൊവ്വാഴ്ച രാവിലെ നടന്ന ക്യാമ്പിൽ 270 പേരാണ് പങ്കെടുത്തത്. 201 പേർക്ക് ആന്റിജൻ പരിശോധന നടത്തി. ഇതിൽ 91 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവാണ്. മറ്റുള്ളവർക്ക് നടത്തിയത് RT-PCR ടെസ്റ്റാണ്. ഇവരുടെ റിസൾട്ട് ഇനി വൈകും. വരും ദിവസങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ എ പി നസീമ അറിയിച്ചു. തിരൂർ നഗരസഭയും ജില്ലാ ഹോസ്പിറ്റലും കൂടി ഏകോപിച്ചുകൊണ്ട് നടത്തുന്ന RT-PCR നിർണയ ക്യാമ്പാണ് ഇവിടെ നടത്തുകൊണ്ടിരിക്കുന്നത്. COVID-19 നിർണയ ക്യാമ്പ്. ഒരുപാട് പേര് ഭയന്ന് വരാതിരിക്കുന്നുണ്ട്. എന്നിരുന്നാലും ക്യാമ്പ് വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ ആരും ഭയന്ന് വീട്ടിലിരിക്കരുത്. എന്ത് അസുഖം ഉണ്ടെങ്കിലും ഉടനെ വന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത്രയും സൗകര്യം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി തന്നിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യം അനുകരിച്ചു കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടേണ്ട. ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടി തന്നെയാണ് ടെസ്റ്റ് നടക്കുന്നത്. പിന്നെ ഇപ്പം 37 പേര് ടെസ്റ്റ് ചെയ്തതിൽ 15ഓളം പേര് പോസിറ്റീവാണ്. ഇങ്ങനെ നിർണയം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് പേരെ അകറ്റി നിർത്തി അവരെ ഐസൊലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ സംരക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് എല്ലാവരും ഈ ടെസ്റ്റിന് വിധേയനാവാം. നന്ദി. നഗരത്തിലെ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം നൽകി തിരൂരിന്റെ ചെയർപേഴ്സൺ. മിണ്ടാപ്രാണികൾക്കുള്ള ഭക്ഷണം ഒരുക്കാനുള്ള സംവിധാനം ഒരുക്കിയതായി ചെയർപേഴ്സൺ എ പി നസീമ അറിയിച്ചു. ഒരുപാട് ജീവികൾ ഭക്ഷണം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു. ഈ ഹോട്ടലുകളും മറ്റും ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് ജീവജാലങ്ങൾ ഭക്ഷണം കിട്ടാതെ റോട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയുണ്ട്. അതിലൊരു കൂട്ടാണ് ഈ കാണാൻ കഴിയുന്നത്. എല്ലാവരെയും തിരൂർ നഗരസഭയിൽ ആരും പട്ടിണി കിടക്കരുത് എന്ന ചിന്താഗതിയോട് കൂടിയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ആരെങ്കിലും തിരൂർ നഗരസഭാ പരിധിക്കുള്ളിൽ ആരെങ്കിലും ഭക്ഷണം കിട്ടാത്ത പ്രശ്നമുണ്ടെങ്കിൽ അത് നഗരസഭയെ നേരിട്ട് അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് നഗരസഭ നേരിട്ട് തന്നെ പരിഹാരം ഉണ്ടാക്കുന്നതാണ്. ഒരു ബിസ്ക്കറ്റ് കൊടുത്തപ്പോൾ ആ കാട്ടിയ സ്നേഹത്തിന് മുമ്പിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായും എല്ലാവരും തിരൂരിലല്ല പൊതുവെ മൊത്തത്തിൽ എല്ലാവരും എല്ലാ ജീവജാലങ്ങളും നന്ദിയുള്ളവരാണ്. അവർക്ക് വേണ്ടി ഞങ്ങളാൽ കഴിയുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെയാണ് ഇനി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ജില്ലയിൽ മത്സ്യബന്ധന ഹാർബറുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി. ഹാർബറുകൾക്കും ലാൻഡിംഗ് സെന്ററുകൾക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകി. ആൾക്കൂട്ടവും തിരക്കും ഒഴിവാക്കുന്നതിന് ബോട്ടുകൾക്ക് നമ്പർ അടിസ്ഥാനത്തിലാണ് കടലിൽ പോകാൻ അനുമതിയുള്ളത്.
ഹാർബറുകളിലും ലാൻഡിംഗ് സെന്ററുകളിലും ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ സംബന്ധിച്ച നഗരസഭാ അധ്യക്ഷന്മാരുമായും ഉദ്യോഗസ്ഥരുമായും തൊഴിലാളി യൂണിയനുകളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മുനിസിപ്പൽ ചെയർമാൻമാർ, ഫിഷറീസ് അനുബന്ധ ഉദ്യോഗസ്ഥർ, ഹാർബർ മാനേജ്മെന്റ് കൗൺസിലർ അംഗങ്ങൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവരുമായി ജില്ലാ കളക്ടർ ചർച്ച നടത്തിയിരുന്നു. ഇതനുസരിച്ച് ബുധനാഴ്ച മുതൽ നിയന്ത്രണങ്ങളോടെ ഹാർബറുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ആൾക്കൂട്ടവും തിരക്കും ഒഴിവാക്കുന്നതിന് ഒറ്റ ഇരട്ട അക്കങ്ങളോട് കൂടിയ ബോട്ടുകൾ ഇടപെട്ട ദിവസങ്ങളിൽ കടലിൽ പോകാൻ പാടുള്ളൂ എന്നാണ് ഉത്തരവ്. താനൂർ, പൊന്നാനി ഹാർബറുകളിൽ പ്രവർത്തന ദിവസം ടോക്കൺ നൽകുന്നതിനും തിരക്ക് നിയന്ത്രിക്കാൻ വോളണ്ടിയേഴ്സിനെ നിയമിക്കുന്ന കാര്യവും ഉറപ്പുവരുത്തണം. ഇക്കാര്യം മാനേജ്മെന്റ് കൗൺസിൽ അംഗങ്ങൾ തൊഴിലാളി നേതാക്കളുമായി ചർച്ച ചെയ്യണം. ഹാർബർ മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലില്ലാത്ത ഇടങ്ങളിൽ മത്സ്യഭവൻ ഓഫീസർക്കാണ് ഇതിന് ചുമതല. തൊഴിലാളി നേതാക്കളുമായി ചർച്ച നടത്തി ഇക്കാര്യം നടപ്പിലാക്കണം. പൊന്നാനി, താനൂർ ഹാർബറുകളും പടിഞ്ഞാറേക്കര, കൂട്ടായി, തേവർക്കാട്ടുപുറം, ചാപ്പപ്പടി ലാൻഡിംഗ് സെന്ററുകളിലും മാത്രമാണ് മലപ്പുറം ജില്ലയിൽ മത്സ്യവില്പനയ്ക്ക് അനുമതിയുള്ളത്. മത്സ്യബന്ധനം നടത്തുന്ന ദിവസങ്ങളിൽ രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് പ്രവർത്തന അനുമതി നൽകിയിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്ത ബോട്ടുകൾ മാത്രമാണ് ലാൻഡിംഗിന് അനുമതിയുള്ളത്. ഇതര ജില്ലകളിൽ നിന്നുള്ള ബോട്ടുകൾക്ക് ലാൻഡിംഗ് അനുമതി നൽകില്ല. 18നും 60നും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് ഹാർബറിൽ പ്രവേശിക്കാൻ അനുമതി. ഹാർബറിൽ പ്രവേശിക്കുന്നവർ സാമൂഹിക അകലം അടക്കം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും കലക്ടർ ഉത്തരവിൽ പറയുന്നു. ഹാർബറുകളും ലാൻഡിംഗ് സെന്ററുകളും എല്ലാം ദിവസവും മലിനീകരണം നടത്തണം. അന്യസംസ്ഥാന തൊഴിലാളികളുണ്ടെങ്കിൽ അവരുടെ കോവിഡ് സർട്ടിഫിക്കറ്റ് ബോട്ടിൽ പ്രദർശിപ്പിക്കണമെന്നും രോഗബാധിതരുമായി രോഗികളില്ലാത്തവർ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നും കലക്ടർ ഉത്തരവിൽ പറയുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ താനൂരിൽ നഗരസഭയും ആരോഗ്യവകുപ്പും ചേർന്ന് മെഗാ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 4 കേന്ദ്രങ്ങളിലായി 1144 പേരുടെ പരിശോധനയിൽ 89 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. വരും ദിവസങ്ങളിലും ക്യാമ്പുകൾ നടക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ അറിയിച്ചു. കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് താനൂർ നഗരസഭയും ആരോഗ്യവകുപ്പും ചേർന്ന് മെഗാ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഹാർബറിൽ മത്സ്യബന്ധനത്തിനായി പോകുന്നവർക്കായി മൊബൈൽ ടീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ 448 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 11 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. കുന്നുംപുറം അർബൻ PHCയിൽ 95 പേരെ പരിശോധിച്ചാൽ 27 പേരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. ശോഭ GLP സ്കൂളിൽ നടന്ന പരിശോധനയിൽ 238 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 25 പേരുടെ പരിശോധനാ ഫലം പോസിറ്റീവായി. താനൂർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ 363 പേരെ പരിശോധിച്ചതിൽ 26 പേരാണ് പോസിറ്റീവായത്. 4 കേന്ദ്രങ്ങളിലായി നടത്തിയ പരിശോധനയിൽ 89 രോഗബാധിതരെയാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 512 പേരെ പരിശോധിച്ചതിൽ 117 പേരുടെ പരിശോധനാ ഫലമാണ് പോസിറ്റീവായത്. തുടർ ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് നഗരസഭാ ചെയർമാൻ പി ഷംസുദ്ദീൻ അറിയിച്ചു. അത്യാവശ്യ കാര്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവരോട് പോലും പോലീസ് കുറ്റവാളികളോടെന്ന പോലെ പെരുമാറുന്നതായി ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ജനങ്ങളുടെ തീരാ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങൾ പൂർണ്ണമായി ലോക്ക്ഡൌണുമായി സഹകരിക്കുന്നുണ്ടെന്നും PMA സലാം പറഞ്ഞു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളും നിയന്ത്രണങ്ങളും അത്യാവശ്യമാണെന്നും അതുമായി സഹകരിക്കേണ്ടത് ജനങ്ങളുടെ ബാധ്യതയാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. ജനങ്ങൾ ഇതുമായി സഹകരിക്കേണ്ടതുണ്ട്. എന്നാൽ നിയന്ത്രണങ്ങൾ മാനുഷിക മുഖമുണ്ടാകണമെന്നും മറ്റ് നിവൃത്തികളില്ലാതെ പുറത്തിറങ്ങേണ്ടി വരുന്നവരോട് പോലീസ് കുറ്റവാളികളോടെന്ന പോലെയാണ് പെരുമാറുന്നതെന്നും PMA സലാം പറഞ്ഞു. ഉള്ള നിയന്ത്രണങ്ങളിൽ പോലീസ് നടത്തുന്ന അതിക്രമം സഹിക്കാവുന്നതിലപ്പുറമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് അത് ഏറ്റെടുക്കുന്നത്. നമുക്കറിയാം, ജനങ്ങൾ രോഗവ്യാപനവും നിയന്ത്രണങ്ങളും കൊണ്ട് വീർപ്പുമുട്ടുകയാണ്, വളരെയധികം പ്രയാസപ്പെടുകയാണ്. പറഞ്ഞറിയിക്കാനാവാത്ത ദുരിതത്തിലാണ് ജനങ്ങൾ. ഏതാണ്ട് ഒരു വർഷക്കാലത്തിലേറെയായി തൊഴിൽ നഷ്ടപ്പെട്ട് മറ്റ് വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് കേരളത്തിലാകെയുള്ളത്. ആ ആളുകളുടെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ലോക്ക്ഡൗണിൻ്റെ പേരിൽ പോലീസ് കാണിക്കുന്ന പോലീസ് മുറകൾ ജനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വീർപ്പൊട്ടിക്കുകയാണ്. മാനുഷികമായ ഒരു പരിഗണന ഈ ഘട്ടത്തിൽ മനുഷ്യർക്ക് കൊടുക്കേണ്ടതാണ്. അടഞ്ഞുകിടക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിലെ ദിവസവേതനക്കാർക്കും മടങ്ങിപ്പോകാനാകാത്ത പ്രവാസികൾക്കും സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അനുമതി നൽകണം. കച്ചവട സ്ഥാപനങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറക്കാൻ അനുവദിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്ക്ഡൌൺ അനിശ്ചിതമായി നീളുന്ന സാഹചര്യത്തിൽ വിവിധ ജനവിഭാഗങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ സാമ്പത്തിക പാക്കേജുകൾ നടപ്പിലാക്കണമെന്നും PMA സലാം ആവശ്യപ്പെട്ടു. തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ യൂത്ത് ലീഗ് നടത്തിയ ആരോപണം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P പുഷ്പയും വൈസ് പ്രസിഡന്റ് ബാബുവും അറിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനം ഊർജിതമായാണ് പഞ്ചായത്ത് നടക്കുന്നതെന്നും ഭരണസമിതി വ്യക്തമാക്കി. ഞാൻ യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് പറഞ്ഞ ഒരു ഇത് ബൈറ്റ് കേൾക്കാനിടയായി. അത് അവർ പറഞ്ഞത് ഒരു സത്യമില്ലാത്ത കാര്യങ്ങളാണ്. തിരൂർ ബ്ലോക്കിൽ തലക്കാട് പഞ്ചായത്താണ് ഏറ്റവും ആദ്യം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾ 5
10/5 മാസം മുതൽ നമ്മൾ DCC തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് രോഗികൾ വരുമ്പോൾ ചെയ്യാവുന്ന എല്ലാ സംവിധാനങ്ങളും DCC കുറ്റൂരാണ് അത് തുടങ്ങിയിട്ടുള്ളത്. DCCയിലുണ്ട്. അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അവിടെ 2 രോഗികളാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അവർക്ക് പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഭക്ഷണം അടക്കം പഞ്ചായത്തിൽ നിന്ന് ജനകീയ ഹോട്ടലിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഭക്ഷണം ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് ജനകീയ ഹോട്ടലിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് അടക്കം എല്ലാ കാര്യങ്ങളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്കും അതിനോടൊപ്പം ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ അതിനോടൊപ്പം തന്നെയുണ്ട്. കാരണം ഒരു രോഗിക്ക് എപ്പോൾ എന്താവശ്യമുണ്ടെങ്കിലും പഞ്ചായത്തിൽ വിളിച്ചാൽ കിട്ടാവുന്ന നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ഹെൽപ്പ് ഡെസ്കിൽ. പിന്നെ വാക്സിനേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4000-ന് മുകളിൽ വാക്സിനേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം തലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് കൊടുക്കുകയും പിന്നെ ആളുകൾ വളരെ കുറവായിരുന്നു ആദ്യം. പിന്നെ അതിന് ശേഷം നമ്മൾ ക്യാമ്പുകൾ വെച്ചിട്ട് ഓരോ സ്ഥലങ്ങളിലും ഭാഗങ്ങളിലും ക്യാമ്പുകൾ വെച്ചിട്ടാണ് നമ്മൾ വാക്സിനേഷൻ കൊടുത്തിരുന്നത്. അതിലേക്കൊക്കെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ തലക്കാട് പഞ്ചായത്തിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും മുന്നിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി അധ്യാപക സംഘടന കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തിരൂർ ഉപജില്ലാ കമ്മിറ്റി നഗരസഭയ്ക്ക് കോവിഡ് പ്രതിരോധ സാമഗ്രികൾ കൈമാറി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ തിരൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ കോവിഡ് പ്രതിരോധ സാമഗ്രികൾ വിതരണം ചെയ്തു. തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമയ്ക്ക് സംസ്ഥാന സെക്രട്ടറി M മൻസൂർ കൈമാറി. എന്തായാലും വളരെയധികം സന്തോഷം. കാരണം ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തിരൂർ നഗരസഭയുടെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ മനസ്സ് കാണിച്ച അറബിക് ടീച്ചേഴ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. തീർച്ചയായും ഇത് എല്ലാവർക്കും ഒരു മാതൃകയാവട്ടെ എന്ന് കൂടി ഈ സമയത്ത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ അധ്യാപക സംഘടനയായ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഒരു ആലോചന ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകരോട് ആവശ്യം ഉന്നയിച്ചപ്പോൾ ഒരു ആഴ്ചക്കാലം കൊണ്ടാണ് വലിയ ഒരു സംഖ്യ ഞങ്ങൾ സമാഹരിക്കുകയും അത് ഈ ഉപജില്ലയിൽ ഉൾപ്പെട്ട മറ്റ് പഞ്ചായത്തുകൾക്കും മൊത്തം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 6 പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയാണ് ഞങ്ങൾ ഈ സഹായം നൽകുന്നത്. ആവശ്യവുമായി ഞങ്ങൾ ചെയർപേഴ്സണെയും അതുപോലെ ബന്ധപ്പെട്ട ആളുകളെയും വിളിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വം അത് സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച അവരെയും ഞങ്ങൾ ആദ്യമായി അഭിനന്ദിക്കുന്നു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ KP രാമൻകുട്ടി, കേടത്തിൽ ഇബ്രാഹിം ഹാജി, A സൈതാലിക്കുട്ടി, നഗരസഭാ കൗൺസിലർ K അബൂബക്കർ, KTF മുൻ സംസ്ഥാന പ്രസിഡന്റ് MV അലിക്കുട്ടി, ജില്ലാ സെക്രട്ടറി ഇസാഖ് കാരാട്ട്, നജ്മുദ്ദീൻ തങ്ങൾ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് C ഖാലിദ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ഉപജില്ലാ സെക്രട്ടറി P അബ്ദുൾ റാഫി സ്വാഗതവും K സലീം മാസ്റ്റർ നന്ദിയും പറഞ്ഞു. മഹാമാരിയുടെ ദുരിതത്തിൽ കൈത്താങ്ങായി ഗ്രീൻ ചാനൽ. വാരണാക്കര പ്രദേശത്തെ 700ഓളം കുടുംബങ്ങൾക്കാണ് ഗ്രീൻ ചാനൽ കൾച്ചറൽ സെന്റർ പ്രവർത്തകർ കപ്പ വിതരണം ചെയ്തത്. വാരണാക്കരയിലെ ഗ്രീൻ ചാനൽ കൾച്ചറൽ സെന്റർ പ്രവർത്തകർ വാരണാക്കര പ്രദേശത്തെ 700ഓളം കുടുംബങ്ങൾക്കാണ് കപ്പ വിതരണം ചെയ്യുന്നത്. കോവിഡ് മഴക്കെടുതി മൂലം ദുരിതത്തിലായ കർഷകരിൽ നിന്നും ഏറ്റെടുത്ത 1.5 ടൺ കപ്പയാണ് ലോക്ക്ഡൌൺ മൂലം വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. കൾച്ചറൽ സെന്റർ ചെയർമാൻ TP അബ്ദുൽ കരീം, സെക്രട്ടറി മുസ്തഫ നെടിയടത്ത, യൂനസ്, അൻവർ സാജിദ്, അബ്ദുറഹീം പാറമൽ, അബ്ദുൽ നാസർ ഇടയത്ത് എന്നിവരാണ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ലോക്ക്ഡൌണിന്റെ മറവിൽ തിരൂരിൽ കഞ്ചാവ് മാഫിയ വിലസുന്നു. അടച്ചുപൂട്ടിയ കടകളുടെ ഷട്ടറിനടിയിലും തെരുവ് കച്ചവടക്കാർ കെട്ടിപ്പൂട്ടിയ ഉന്തുവണ്ടികളിലുമൊക്കെ ചെറുപൊതികളിലാക്കി തിരികെ വെച്ചാണ് കഞ്ചാവ് കച്ചവടം നടക്കുന്നത്. കോവിഡ് ഭീതിയിൽ നഗരം താഴിട്ട് പൂട്ടിയതോടെ ആളൊഴിഞ്ഞ ബസ് സ്റ്റാൻഡിലും പരിസരത്തും കഞ്ചാവ്, ഹാൻസ് തുടങ്ങിയവയുടെ കച്ചവടം സംഘം തമ്പടിച്ച് വിൽപ്പന നടത്തുന്നത് പതിവാവുകയാണ്. അടച്ചുപൂട്ടിയ കടകളുടെ ഷട്ടറിനടിയിലും തെരുവ് കച്ചവടക്കാർ കെട്ടിപ്പൂട്ടി വെച്ച ഉന്തുവണ്ടിയിലുമൊക്കെ ചെറുപൊതികളാക്കി തിരികെ വെച്ചാണ് കച്ചവടം. കെട്ടിടങ്ങളുടെ കോണിപ്പടികളിലും മറ്റും മറിഞ്ഞിരുന്ന് ആവശ്യക്കാരെ ഫോണിൽ വിളിച്ചെത്തിക്കുന്നതാണ് കച്ചവട രീതി. ആവശ്യക്കാർ ഫോണിൽ വിളിക്കുമ്പോൾ ഇറങ്ങി വന്ന പൊതി കൈമാറി പണം കൈപ്പറ്റുന്നു. ഹോട്ടലുകളൊക്കെ അടഞ്ഞുകിടക്കുന്നതിനാൽ സൈക്കിളിൽ ചിലർ രാവിലെ ചായ വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട്. അതിലൊരാൾക്ക് ചായ കച്ചവടത്തിന്റെ മറവിൽ ഹാൻസ് കച്ചവടമാണെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. ലോക്ക്ഡൌണിന് മുമ്പ് ഒരു പാക്കറ്റിന് 30 രൂപയ്ക്ക് വിറ്റഴിച്ചിരുന്ന ഹാൻസ് 100 രൂപയ്ക്കാണത്ര ഇപ്പോൾ തിരൂരിൽ വിൽക്കുന്നത്. ഇത് വാങ്ങാനായി അതിരാവിലെ തമിഴ് തൊഴിലാളികളടക്കം ധാരാളം ആളുകൾ ലോക്ക്ഡൌൺ വിലക്കുകൾ ലംഘിച്ചും റൂമുകളിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നുണ്ട്. അടച്ചിട്ട കെട്ടിടങ്ങളുടെ കോണിമുറികളിലും വരാന്തകളിലുമൊക്കെ ചിലർ പണമുണ്ടാക്കാൻ അനാശാസ്യത്തിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതായും സൂചനയുണ്ട്. ചിലപ്പോൾ ബസ് സ്റ്റാൻഡിലെ ബഞ്ചുകളിൽ തമ്പടിക്കുന്നുമുണ്ട്. CITV ഫർഷാദിന്റെയും SI ശ്രീജിത്തിന്റെയും നേതൃത്വത്തിൽ സദാ ജാഗ്രതയോടെ പോലീസ് റോന്ത് ചുറ്റുന്നുണ്ടെങ്കിലും തെളിവില്ലാത്തതിനാലും പരാതിക്കാരില്ലാത്തതിനാലും ആരെയും പിടികൂടാൻ സാധിച്ചിട്ടില്ല.
തിരൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പണി പൂർത്തിയായ പാലങ്ങളുടെ അപ്രോച്ച് റോഡുകളുടെ പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുറുക്കോളി മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. തിരൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നു. പണി പൂർത്തിയായ പാലങ്ങളുടെ അപ്രോച്ച് റോഡുകളുടെ പണി പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുറുക്കോളി മൊയ്തീൻ MLA പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകി. ഈ വിഷയത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉറപ്പു നൽകിയതായി കുറുക്കോളി മൊയ്തീൻ MLA അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെ മന്ത്രിയുടെ ഓഫീസിലെത്തി MLA ചർച്ച നടത്തുകയും നിവേദനം നൽകിയതിന്റെയും ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് CPM മന്ത്രിക്ക് നിവേദനം നൽകി. മന്ത്രി V. അബ്ദുറഹ്മാനാണ് നിവേദനം നൽകിയത്. പൊതുജനങ്ങൾക്ക് വിലക്കുറവിലും ഗുണമേന്മയിലുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നതിന് തലക്കാട് പഞ്ചായത്തിൽ സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി V. അബ്ദുറഹ്മാൻ CPM തലക്കാട് ലോക്കൽ സെക്രട്ടറി T. ഷാജി നിവേദനം നൽകി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായി ചർച്ച ചെയ്യാമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ ഉറപ്പു നൽകി. ചടങ്ങിൽ CPM ഏരിയ കമ്മിറ്റി അംഗം P. മുഹമ്മദ് അലി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ, വൈസ് പ്രസിഡന്റ് AK ബാബു, മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ഒരുമ മെഡിക്കെയർ പദ്ധതിക്ക് തുടക്കമായി. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുമായി സഹകരിച്ച് ഒരുമ കൽപ്പകഞ്ചേരിയുടെ മെഡിക്കെയർ പദ്ധതി പഞ്ചായത്തിൽ ആരംഭിച്ചു. ലോക്ക്ഡൌൺ കാരണം സ്ഥിരം രോഗികളായവർക്ക് ഡോക്ടറെ നേരിൽ പോയി കാണാനുള്ള പ്രയാസത്തിൽ കഴിയുന്ന രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുകയും അവർക്ക് അടിയന്തരമായി ആവശ്യമായ മരുന്നുകൾ നൽകുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ ആഴ്ചയിൽ 3 ദിവസമാണ് സർവീസ് നടത്തുന്നത്. പഞ്ചായത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വഹീദ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം AP സബാഹ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ അടിയാട്ടിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. ലത്തീഫ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KK മിനി, ഒരുമ ഭാരവാഹികളായ സിറാജുദ്ദീൻ, ഇക്ബാൽ പന്നിയത്ത, സുബൈർ കലൻ, കുഞ്ഞുത്തങ്ങൾ, TP റസാഖ്, സുബൈർ ചോമയിൽ, K. സെയ്താലി തുടങ്ങിയവർ പങ്കെടുത്തു. കൂടപ്പിറപ്പിന്റെ ചരമവാർഷിക ദിനത്തിൽ സഹോദരി വാർഡിലേക്ക് പൾസ് ഓക്സിമീറ്റർ നൽകി. താനൂർ കാട്ടിലങ്ങാടി ഈർപ്പാങ്കണ്ടി ബൈജുവിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ 20ാം ഡിവിഷനിലേക്കാണ് പൾസ് ഓക്സിമീറ്റർ നൽകിയത്. താനൂർ കാട്ടിലങ്ങാടി ഊർപ്പാങ്കണ്ടി ബൈജുവിന്റെ 4ാം ചരമവാർഷിക ദിനത്തിലാണ് നഗരസഭ ഡിവിഷനിലേക്ക് കുടുംബം പൾസ് ഓക്സിമീറ്ററുകൾ നൽകിയത്. ബൈജുവിന്റെ സഹോദരി പുത്രൻ യദുനന്ദു 20ാം ഡിവിഷൻ കൗൺസിലർ രാധികയ്ക്കാണ് കൈമാറിയത്. ബൈജുവിന്റെ ഓർമ്മയ്ക്കായാണ് ഈ കർമ്മം ഇവർ നിർവഹിച്ചത്. സഹോദരൻ സൂരജ്, സഹോദരി ദിവ്യ, VP ശശികുമാർ, C. വിനീഷ്, ആസിഫ് C. മുബഷീർ, അജയ്ലാൽ, അശ്വിൻ, സുമിത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. അഗതി സംരക്ഷണ കേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് വസ്ത്രങ്ങൾ നൽകി. ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് വസ്ത്രങ്ങൾ നൽകിയത്. അഗതി സംരക്ഷണ കേന്ദ്രത്തിൽ അന്തേവാസികൾക്ക് വസ്ത്രങ്ങൾ നൽകി. തിരൂർ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് വസ്ത്രങ്ങൾ നൽകിയത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ P. രാമൻകുട്ടി, ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. തിരൂർ നഗരസഭ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന അഗതികളായവരെ നമ്മുടെ GMUP സ്കൂളിൽ സംരക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് വേണ്ട ഡ്രസ്സുകൾ നമ്മുടെ ഫാമിലി സെൻറ്റർ തന്നിട്ടുണ്ട്. അതുകൂടി അവർക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റെന്ത് ആവശ്യമുണ്ടെങ്കിലും കോവിഡ് ഇരുന്നത് വരെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നഗരസഭ മുന്നിട്ടിറങ്ങുന്നത്. വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് തിരൂർ നഗരസഭ ഇന്ന് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരൂർ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ പ്രയാസം അനുഭവിക്കുന്ന, തെരുവിൽ താമസിക്കുന്ന ഒരുപാട് അഗതികളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ കണ്ടെത്തുകയും പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ രോഗവ്യാപന സമയത്ത് അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ വരുത്തി അവരെ ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ അവർക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവർക്കാവശ്യമായ ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകി അവരെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി തിരൂർ നഗരസഭ ഏറ്റെടുത്തിരിക്കുകയാണ്. 16 പേരാണ് അഗതി മന്ദിരത്തിൽ നിലവിലുള്ളത്. കോവിഡ് വ്യാപനം വർദ്ധിച്ച സാഹചര്യത്തിൽ തിങ്കളാഴ്ച മുതലാണ് തിരൂർ GMUP സ്കൂളിൽ അഗതി സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത്. പ്രഭാത ഭക്ഷണം ഒഴികെ സന്നദ്ധ സംഘടനകളാണ് നൽകി വരുന്നത്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. സ്കൂളുകളും കോളേജുകളും ജൂൺ 1 തന്നെ ആരംഭിക്കും. അധ്യയന വർഷം 1-ാം തീയതിന് ആരംഭിക്കാൻ തീരുമാനം. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണയും ക്ലാസുകൾ ഓൺലൈനായി തന്നെയാണ് ആരംഭിക്കുന്നത്.
സംസ്ഥാനത്തെ സ്കൂളുകളിലെയും കോളേജുകളിലെയും അധ്യയന വർഷം ജൂൺ 1 തന്നെ ആരംഭിക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണയും ഓൺലൈൻ വഴി തന്നെയായിരിക്കും ക്ലാസുകൾ. കൈറ്റ് വിക്ടേഴ്സ് ചാനലിലും ഓൺലൈനിലും കുട്ടികൾക്ക് ക്ലാസുകൾ വീക്ഷിക്കാം. 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളാണ് നിലവിൽ ജൂൺ 1 തുറക്കുക. +2 ക്ലാസുകൾ സംബന്ധിച്ച് വൈകാതെ തീരുമാനമുണ്ടാകും. +1 ക്ലാസുകൾക്കും പരീക്ഷകളും പൂർത്തിയാക്കാത്തതാണ് തീരുമാനം വൈകാൻ കാരണം. 1ാം ക്ലാസ്സിൽ ഓൺലൈനായി പ്രവേശനോത്സവം നടത്തും. അധ്യയന വർഷാരംഭം സംബന്ധിച്ച പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തും. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വിളിച്ച സർവകലാശാല വൈസ് ചാൻസലർമാരുടെ യോഗത്തിലാണ് കോളേജുകളിലും ജൂൺ 1 ക്ലാസുകൾ തുടങ്ങാൻ ധാരണയായത്. ജൂൺ 15 മുതൽ അവസാന വർഷ ബിരുദാനന്തര പരീക്ഷകൾ ഷെഡ്യൂൾ ചെയ്യും. ജൂലൈ 31 ഫലം പ്രസിദ്ധീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. ഓഫ്ലൈൻ പരീക്ഷകൾക്കാണ് കൂടുതൽ സർവകലാശാലയും താൽപര്യം പ്രകടിപ്പിച്ചത്. ഇതിനിടെ ഓൺലൈൻ പഠനം സംബന്ധിച്ച UGC പുറത്തിറക്കിയ കരട് രൂപരേഖ ജൂൺ 3 VC-മാരുടെ യോഗം ചർച്ച ചെയ്യും. നിർദ്ദേശങ്ങൾ UGCയെ അറിയിക്കും. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് പൾസ് ഓക്സിമീറ്ററുകൾ നൽകി. താനാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കാണ് താനാളൂർ സർവീസ് സഹകരണ ബാങ്ക് കോവിഡ് പ്രതിരോധ കിറ്റ് നൽകിയത്. പൾസ് ഓക്സിമീറ്റർ, സാനിറ്റൈസർ, മാസ്ക് തുടങ്ങിയ ഉൾപ്പെട്ട കിറ്റാണ് ബാങ്ക് പ്രസിഡന്റ് VP അസ്കർ മാസ്റ്റർ കൈമാറിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് പാൽ ഏറ്റുവാങ്ങി. ബാങ്ക് ഡയറക്ടർമാരായ M. അലി, അബ്ദുൽ നാസർ, PM മുസ്തഫ, ബാങ്ക് സെക്രട്ടറി സജീവ്, അക്കൗണ്ടന്റ് അലി ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മുസ്ലിം ലീഗ് തിരൂർ നഗരസഭ 21ാം വാർഡിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. തിരൂർ നഗരസഭ 21ാം വാർഡ് പഴങ്കുളങ്ങര മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തത്. 3ാം ഘട്ടമായാണ് കിറ്റുകൾ നൽകുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഈ കോവിഡ് കാലത്ത് ഒരുപാട് ജനങ്ങൾ, ഈ മിഡിൽ ക്ലാസ് ആളുകളെല്ലാവരും വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വളരെ താഴ്ന്ന തലത്തിലുള്ള ആളുകൾ എല്ലാ തലത്തിലും മറ്റുള്ളവർ സഹായിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഹൈ ക്ലാസ് ആളുകൾക്കും സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഏറ്റവും മിഡിൽ ക്ലാസ് ആയ ആളുകൾ ആരും ശ്രദ്ധിക്കപ്പെടാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അവരെ മനസ്സിലാക്കി തിരഞ്ഞെടുത്ത് അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ കമ്മിറ്റിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. മുസ്ലിം ലീഗ് തിരൂർ നഗരസഭാ പ്രസിഡന്റ് K. ഇബ്രാഹിം ഹാജി അധ്യക്ഷനായിരുന്നു. ലോകത്ത് ഇന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരി എല്ലാവരെയും, പണക്കാരെയും പാവപ്പെട്ടവരെയും ഒന്നാകെ പ്രയാസപ്പെടുത്തിയ ഈ കാലഘട്ടത്തിൽ എങ്ങും താങ്ങും തണലുമായിക്കൊണ്ട് കണ്ണീരൊലിക്കുന്നവൻ്റെ കണ്ണീര് ഒപ്പുന്നതിന് വേണ്ടി 21ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ മറ്റ് സംഘടനകൾക്കും മറ്റു വാർഡുകൾക്കും പ്രദേശത്തും മാതൃകാപരമായി കൊണ്ട് തന്നെ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പ്രദേശത്തുള്ള എല്ലാ കുടുംബത്തിനും ഒരു നേരത്തെ അന്നം എന്നുള്ള നിലയ്ക്കുള്ള ദാനം ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു റിലീഫിൻ്റെ പ്രവർത്തനമാണ് 21ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി നടത്തിയിട്ടുള്ളത്. ജനറൽ സെക്രട്ടറി അംസ പുളിക്കൽ, കേടത്തിൽ ഷാഫി ഹാജി, K. പോക്കർ ഹാജി, T. സൈനുദ്ദീൻ, പുളിക്കൽ എറമുട്ടി, പൊന്തല മനാഫ്, സക്കരിയ നാലകത്ത്, കേടത്തിൽ അബ്ദു തുടങ്ങിയവർ സംബന്ധിച്ചു. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തലക്കാട് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ സംഭാവന നൽകി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തലക്കാട് ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ സംഭാവന നൽകി. ചെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാന് കൈമാറി. മന്ത്രിയുടെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. K. ബാബു, സെക്രട്ടറി ഗിരീഷ് ലാൽ, അംഗങ്ങളായ മോഹനൻ, മുംതസിർ ബാബു, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ P. മുഹമ്മദ് അലി, T. ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. DYFI വെട്ടം രണ്ടത്താണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. മഹാമാരിക്കെതിരെ വിശ്രമമില്ലാത്ത പോരാട്ടത്തിലാണ് DYFI വെട്ടം രണ്ടത്താണി യൂണിറ്റിലെ പ്രവർത്തകർ. രോഗികൾ ആശുപത്രിയിൽ എത്തിക്കൽ, മരുന്ന്, മറ്റ് ആവശ്യ വസ്തുക്കൾ എത്തിക്കൽ, സൗജന്യമായി ഭക്ഷ്യക്കിറ്റ് എത്തിക്കൽ, വീടുകളും മറ്റും അണുമുക്തമാക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ് പ്രവർത്തകർ സജീവമായി ഇടപെടുന്നത്. വെട്ടം പുതുച്ചിറ സ്കൂൾ, VRC ഹോസ്പിറ്റലും, കാരാറ്റുകടവ് മസ്ജിദും, പുതുച്ചിറ മസ്ജിദും, ശ്രീരാമപുരം ക്ഷേത്രവുമെല്ലാം അണുമുക്തമാക്കി. DYFI യൂണിറ്റ് സെക്രട്ടറി അബ്ബാസ്, ദിനേശൻ, ജബ്ബാർ, ദിനീഷ്, പ്രവീൺ, അനീഷ് തുടങ്ങിയവരാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തിരൂർ സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റും റംല പ്രസ് ഉടമയുമായിരുന്ന പരേതനായ തറമൽ ഇല്ലത്തുവളപ്പിൽ മുഹമ്മദ് എന്ന കുഞ്ഞുവിൻ്റെ ഭാര്യ ഫാത്തിമ നിര്യാതയായി. 71 വയസ്സായിരുന്നു. അഡ്വക്കേറ്റ് അബ്ദുൽ അസീസ്, അബ്ദുൽ നാസർ, റംല, അഫ്സത്ത്, സഫിയ, സുലൈഖ, ലൈല, കമറു, മുംതാസ്, അബൂബക്കർ സിദ്ദിഖ് എന്ന ബാബു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നു. 28,798 പുതിയ രോഗികൾ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,44,372 സാമ്പിളുകൾ. 151 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. 35,525 പേർ രോഗമുക്തരായി. ഏറ്റവും കൂടുതൽ രോഗികൾ മലപ്പുറത്ത് തന്നെയാണ്. ജില്ലയിൽ 4,751 പേർക്ക് പുതുതായി രോഗം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 21.62%.
തിരൂരിൽ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുത്തനെ ഉയർന്നു. മെഗാ ടെസ്റ്റിംഗ് ക്യാമ്പിൽ പങ്കെടുത്ത 201-ൽ 91 പേർക്കും രോഗബാധ. വരും ദിവസങ്ങളിലും ക്യാമ്പ് സംഘടിപ്പിക്കും. DPR ഇനിയും ഉയരാൻ സാധ്യതയെന്ന് ആരോഗ്യവകുപ്പ്. താനൂരിൽ 1114 പേരിൽ 89 പേർക്ക് രോഗബാധ. ജില്ലയിൽ മത്സ്യബന്ധന ഹാർബറുകൾക്ക് പ്രവർത്തിക്കാൻ അനുമതി. ഹാർബറുകൾക്കും ലാൻഡിംഗ് സെന്ററുകൾക്കും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവർത്തിക്കാം. അനുമതി നൽകി കലക്ടർ ഉത്തരവ്. രജിസ്റ്റർ നമ്പർ അടിസ്ഥാനത്തിൽ ബോട്ടുകൾക്ക് കടലിൽ പോകാം. ലോക്ഡൌണിന്റെ മറവിൽ തിരൂരിൽ കഞ്ചാവ് മാഫിയ വിലസുന്നു. അടച്ചുപൂട്ടിയ കടകളുടെ ഷട്ടറിനടിയിലും തെരുവ് കച്ചവടക്കാരുടെ ഉന്തുവണ്ടിയിലുമൊക്കെയായി ചെറുപൊതികളാക്കിയാണ് തിരികെ വെച്ച് കഞ്ചാവ് കച്ചവടം പൊടിപൊടിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.